മോനെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ ആ വണ്ടി നിന്റെ മുമ്പിലേക്ക് ഇട്ട് തന്നെ, മനസ്സിലായ? ഈ സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നീ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറ്റരുത്. അറിയാലോ ഇത് ആരെയാ വണ്ടിന്ന്. ആ പിന്നെ 4 മണിക്ക് മുമ്പ് എനിക്ക് വണ്ടി ഇടണം. വാതിൽ അടഞ്ഞു കിടക്കുകയാണല്ലോ സാറേ. അകത്താളുണ്ടാവൂടോ, താനാ ബെല്ലൊന്നടിക്ക്. ആശനകത്തുണ്ട്. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചോളൂ. ഞാൻ പോട്ടെ, ആള് വെയിറ്റിംഗ് ആണ്. താമസിച്ച വഴക്കുണ്ടാക്കും. ആ ഇനി ഞാൻ എന്നെ വിളിച്ചേക്കില്ലേ? നീ ശരിയാക്കിട്ട് എന്നെ വിളിച്ചേക്കണം. എടോ, ആ ബെല്ലൊന്നും അടിക്കണോ? ആ ശരി ശരി ശരി, മറക്കണ്ട. ഇതെന്താ വിളിച്ചു പറയാൻ കിട്ടുമെന്ന്? അല്ല ഇത് പിള്ളച്ചേട്ടനും എല്ലാരും ഉണ്ടല്ലോ. അല്ല ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞ്? അതൊക്കെ അറിയാം. കമലിനാ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കിയതേ. എന്നിട്ട് അവ എവിടെ? അവൻ കയറിയില്ലേ? അല്ല, ഒരു അത്യാവശ്യ ഓട്ടത്തിന് പോകുമ്പോഴാ ഞങ്ങളെ കണ്ടതേ. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാന്ന് അവനാ പറഞ്ഞത്. വിഷ്ണു കുഞ്ഞിന്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണെന്ന് കമലനാ പറഞ്ഞത്. അപ്പൊ പിന്നെ മകനെ കണ്ടിട്ടേ അച്ഛൻ വരത്തുള്ളൂ എന്ന് ഒരേ പറച്ചില്. അങ്ങനെ കയറിയതാ. ആ പിള്ളച്ചേട്ടൻ കയറി. അച്ഛൻ വാ. നിന്നോടൊരു കാര്യം പറയാ, പോവാ. അതിനുവേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നേ. അതാണോ ഇത്ര അത്യാവശ്യമുള്ള കാര്യം? ഇനി വാ. നീ എവിടെ ഇരിയടാ. എടാ, നീ ഒന്ന് വീട്ടിൽ വരെ വരണം. എന്നിട്ട് നിന്റെ അമ്മയൊന്ന് കാണണം. എന്നെ കാണണമെന്ന് അമ്മ പറഞ്ഞോ? എടാ പറഞ്ഞിട്ടാന്നോടാ സ്വന്തം അമ്മയെ കാണാൻ മക്കൾ വരുതേ. എടാ, ഭാമ ഇപ്പൊ ആകെ മാറിയിരിക്കുവാ. നമുക്കെല്ലാവർക്കും കൂടെ നമ്മുടെ വീട്ടിൽ പോയി താമസിക്കാടാ. അത് നീ വന്ന് പറഞ്ഞാലേ നിന്റെ അമ്മ കേൾക്കത്തുള്ളൂ. ഓ, അപ്പൊ രണ്ടുപേരും കൂടി എനിക്കുള്ള കൊട്ടേഷൻ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? കുഞ്ഞ് കരുന്ന പോലെയൊന്നുമല്ല. സത്യം ഇപ്പം പഴയ ആളേ അല്ല. വാശിയും വൈരാഗ്യമൊന്നും ആ മനസ്സിൽ ഇപ്പൊ ഇല്ല. മാത്രമല്ല, എല്ലാരും സ്നേഹിക്കണമെന്നും ഒന്നിച്ച് കഴിയണമെന്നും ആ മനസ്സിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെ. പക്ഷെ ശാലിനിയുടെ കാര്യത്തിൽ അമ്മയുടെ നിലപാടെന്താ നമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അതറിയാതെ എനിക്ക് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. എടാ, അതിനാ നീ അവിടെ ഒന്ന് അമ്മയായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നേ. നീ ഇപ്പൊ ഒന്ന് സംസാരിച്ചാൽ നിന്റെ അമ്മ എതിരൊന്നും പറയത്തില്ലടാ. അതെ കുഞ്ഞെ, നമുക്ക് നമ്മുടെ ആ വീട്ടിലേക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് കേറണ്ടേ? അതൊരു സ്വപ്നമാ. കുറെയേറെ പ്രാർത്ഥനയുടെ ഫലം. അത് കുഞ്ഞ് ഞങ്ങൾക്ക് നടത്തി തരണം. ഞാൻ വന്നു നോക്കാം. ഒരു അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഞാൻ അമ്മോട് സംസാരിക്കും. എടാ മക്കളെ, ശാലിനി എന്തിയെ? എവിടെ? നീ ഇന്ന് കളക്ടറിൽ പോകുന്നില്ലേ? പോണം, പക്ഷെ നേരത്തെ കൊണ്ട് കാര്യമില്ല. ശാലിനിക്ക് വേറെന്തോ തിരക്കുണ്ട്. അപ്പൊ അവളിവിടെ ഇല്ല. അത് ശരി. പിന്നെ വണ്ടി നാശമായിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അത് ശരിയാക്കി കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്നിട്ടുമില്ല, നിന്നോടൊരു കാര്യം സംസാരിച്ചിട്ടുമില്ല. മനസ്സിലായോ? വെറുതെ ഈ കേസിലേക്ക് നിരപരാധികളായ ഞങ്ങളുടെ കുടുംബത്തെ വലിച്ചഴക്കരുത്. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഇതിൽ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. കൈപ്പത്തിയുമായി ആ തെരുവുനായി ഇറങ്ങി വന്നു എന്ന് പറയുന്നത് നിങ്ങളെ കോമ്പൗണ്ടിനകത്തുനിന്ന്. അതിന് ദൃക്സാക്ഷിയുണ്ട്. സാർ, ഞങ്ങളുടെ കോമ്പൗണ്ടിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് വിജനമായൊരു സ്ഥലമാണ്. അതിനപ്പുറം പുഴയാണ്. അതിലൂടെ ഒഴുകി വന്ന ഏതെങ്കിലും ബോഡിയിൽ നിന്ന് അറ്റുപോയ കൈപ്പത്തിയാണ് നായ കടിച്ചെടുത്തുകൊണ്ട് വന്നതെങ്കിലോ? അങ്ങനെ അവന് സാധ്യതയില്ലേ സാർ? പക്ഷേ ഞാൻ നിങ്ങളെ സംശയിക്കാൻ ഇതൊന്നുമല്ല കാരണം.
ഈ കുമാരൻ പറഞ്ഞത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കുടിയനല്ലേ, എപ്പോ വേണമെങ്കിലും മാറ്റി പറഞ്ഞേക്കാം. പക്ഷെ എനിക്കറിയേണ്ടത് മറ്റൊരു വിവരം. ഒരാളെ ഇതിനു മുമ്പ് ഈ ചുറ്റുപാടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അയാളുടെ പേര് നസീർ. അയാൾ അവസാനം ഫോൺ ചെയ്തു എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിനകത്തുനിന്ന്. അന്നത്തെ ആ ഫോൺ വിളിക്ക് ശേഷം നസീറിന്റെ ശബ്ദം പിന്നെ ഈ ഭൂമിയിൽ ആരും കേട്ടിട്ടില്ലേ? നസീർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നസീറിന്റെ ബോഡിയിൽ നിന്ന് മറ്റുപോയ കൈപ്പത്തിയും കൊണ്ടാണ് ആ തെരുവ് നായ വന്നിട്ടുള്ളെങ്കിൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൂടെ തൂക്കിയെടുത്ത് അകത്തിടേണ്ടി വരും. നസീറിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്ന കുറ്റത്തിൽ. അത് ശരി, ആനക്ക് അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. അപ്പൊ സംഗതി ടേസ്റ്റാ. അല്ല ഗോപലകൃഷ്ണ, ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പണിയെടുത്തിയത്? ഓരോരോ അവയവങ്ങൾ പ്രത്യേകം പ്രത്യേകം കവറുകളിലാക്കി കുഴിച്ചിടുകയായിരുന്നോ, അതോ മറ്റു വല്ല മോഡേൺ ടെക്നിക്കും ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ? ഇനി അതുമല്ല, അതിനുവേണ്ടി ഇനി വല്ല കൂടിയ ബുദ്ധിയും ഇതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ടോ? വല്ല IAS ബുദ്ധിയോ മറ്റോ ഇതിന്റെ പിന്നിൽ വന്നിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചതേ.